എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നലെ രാത്രിയായപ്പം പുറത്തേക്ക് പോയിട്ടോ. ഏട്ടൻ ഡ്യൂട്ടിയും കഴിഞ്ഞൊക്കെ വന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഏകദേശം 10:45 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 10:45 12 മണിയായാലും റോഡിലൊക്കെ നല്ല തിരക്കായിരിക്കും. പിന്നെ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരയ്ക്ക വാങ്ങിക്കാറുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം വിൻ്റർ സീസൺ ആയതുകൊണ്ട് നമ്മൾ ഉള്ളിൽ റോസ് കളറുള്ള ആ ഒരു പേരയ്ക്ക ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല വലിപ്പമൊക്കെ ഉണ്ട്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതിന് ഇവിടെ തന്നെ എവിടെയോ കൃഷി ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും നോക്കിയിട്ട് പോയതാണ് കേട്ടോ. അതും നോക്കി ഞങ്ങളങ്ങ് ഈ ഒരു വടോദര മൊത്തം കറങ്ങി തന്നെ പറയാം കേട്ടോ. പിന്നെ ഈ ബൈക്കിൽ രാത്രി ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ റൂമിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പിന്നെ എനിക്ക് ബോറടിക്കും. കാരണം ആരോടത്തും സംസാരിക്കാനില്ല. എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള ആൾ തൊട്ടപ്പുറത്തെ ക്വാർട്ടേഴ്സിലുള്ള ആൾ നാട്ടിൽ പോയിട്ടുണ്ട്. എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ പോയാൽ. അപ്പോൾ അവരുടെ അമ്മയുണ്ട്, അവർക്കാണെങ്കിൽ മറാത്തി മാത്രമേ അറിയുള്ളൂ, എനിക്കാണെങ്കിൽ മറാത്തി അറിയില്ല. അപ്പോൾ ഓരോരുത്തർ ഒരു സംഭവം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. മറ്റേ അവിടുത്തെ ചേച്ചിയാണെങ്കിൽ ഹിന്ദി അറിയാം, എനിക്ക് ഭയങ്കരമായിട്ട് ഹിന്ദിയൊന്നും അറിയില്ല കേട്ടോ. എന്നാലും ഞാൻ ഒപ്പിച്ച് പറയും. 10ാം ക്ലാസ്സിൽ എങ്ങാണ്ട് ഹിന്ദി പഠിച്ചത്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഹിന്ദി. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. കാരണം എനിക്ക് അവർ പറയുന്നതിനൊന്നും തിരിച്ചു പറയാൻ അറിയില്ല. ഞാനിങ്ങനെ നോക്കിക്കും. പക്ഷേ എങ്കിൽ ഏട്ടനെല്ലാവരും ഈ റിപ്പബ്ലിക് ഡേയും ഇങ്ങനെ ഓഗസ്റ്റ് 15 വരുമ്പം ഏട്ടൻ്റെ യൂണിറ്റിലേക്ക് നമ്മൾ പോവും. ഇവരെ ഭാര്യമാർ പോവാറുണ്ട്. അവിടെ പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏട്ടൻ തലേ ദിവസം തന്നെ എല്ലാവരുടെ അടുത്തും പറയും അവർക്ക് ഹിന്ദി അറിയില്ല കേട്ടോ, ഹിന്ദി കുറച്ചേ അറിയുള്ളൂ, അപ്പോൾ ഒന്ന് നോക്കണേന്ന് പറയും. പക്ഷേ എങ്കിൽ ഇപ്പം ഞാൻ കുറേ പഠിച്ചു കേട്ടോ. ഞാൻ ഹിന്ദി പഠിച്ചിട്ടില്ലേ ശരിയാവില്ല വിചാരിച്ച് ഞാൻ യൂട്യൂബിൽ കുത്തിയിരുന്നിട്ട് ഹിന്ദി പഠിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഞാൻ ഒപ്പിക്കും. ഇവിടെ വടോദര ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടാൽ അല്ല ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ പെട്ടുപോയാൽ തിരിച്ച് വീട്ടിലെത്താൻ വരെയുള്ള ഹിന്ദിയൊക്കെ എനിക്ക് പറയാം കേട്ടോ. അപ്പം അങ്ങനെ ഇതൊരു അമ്പലമാണ് കേട്ടോ. അവിടെയുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലം എങ്ങാണ്ടാണ്. ഇവിടുത്തെ ഉള്ളവരെ ഭക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ഭക്തിയാണ് കേട്ടോ. ഇങ്ങനെ പൈസക്കാർ പാവപ്പെട്ടവരൊന്നൊന്നുമില്ല. എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് അവർ പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാൻ നല്ല രസം. പിന്നെ ഇവിടെയുള്ള അമ്പലത്തിലൊന്നും പൂജാരി ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ നമ്പൂരിയൊക്കെ ഉണ്ടാവില്ലേ, ഇവിടെ പൂജാരി ഒന്നുമില്ല. നമ്മൾ പോയിട്ട് സ്വന്തം തന്നെ പൂജയും പിന്നെ വെള്ളമൊക്കെ വെച്ചിട്ട് എന്തൊക്കെയൊക്കെയോ ചെയ്യണം. ഞാൻ ഒരിക്കലും ഇവിടെ ഉള്ളൊരു തപോവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമ്പലമുണ്ട്, ശിവക്ഷേത്രമാണ്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ പോയി, പൂജാരി ഇല്ലയെന്ന് ഓൾറെഡി അറിയുന്ന കാര്യം. പക്ഷേ എങ്കിൽ അമ്പലത്തിൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അവിടെ ഉള്ള ഒരാൾ ചെയ്യുന്നത് ഞാൻ കുറേ സമയം നോക്കി നിന്നിട്ട് പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് അതിൻ്റെ വിഗ്രഹത്തിൻ്റെ മുകളിലൊക്കെ പാർന്ന് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കുറേ ചെയ്യാനും പേടിയാണ്. നമ്മൾ അറിയാണ്ട് ചെയ്തിട്ട് എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഈ ഒരു വടോദര കൂടെ കറങ്ങാണ് കേട്ടോ. ഇന്ന് ഇത്രയും തിരക്കുണ്ടെങ്കിലേ, ഈ ടൈമിലൊക്കെ ഇത്രയും തിരക്കുണ്ടെങ്കിൽ ഇവിടെ ഞായറാഴ്ചയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഞായറാഴ്ച എല്ലാവർക്കും ലീവുള്ള ദിവസമാണല്ലോ. മാത്രമല്ല ഇവിടെ ഉള്ളവർക്ക് എപ്പോഴും ആഘോഷമാണ്, ഫുൾ ടൈം ആഘോഷം. ആ കാണുന്നത് നമ്മളെ ഝാൻസി റാണിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഇവിടെ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോരോ അംബേദ്കറിൻ്റെ പ്രതിമയുണ്ട്. അതേപോലെ എന്തൊക്കെയോ സർക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇതാണ് തോന്നുന്നു അങ്ങനെ ഓരോരോ സ്ഥലത്തിൻ്റെ ഒരു അടയാളമൊക്കെ ആയിട്ടുള്ളത്. എനിക്ക് കൂടുതലായിട്ട് അറിയില്ല കേട്ടോ. പിന്നെയുള്ള സ്ട്രീറ്റിലൊക്കെ ഉണ്ടാകുന്ന ഫുഡാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ആദ്യം പിന്നെ ഈ ഒരു കുടം കണ്ടോ, ആ ഒരു കുടമില്ല ഇവിടെ കൂടോത്രം ചെയ്തിട്ട് വെക്കുന്ന ഇവിടെയുള്ള എല്ലാ സ്ഥലത്തും ഉണ്ടാവും. 4 റോഡ് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെ അവർ കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഞങ്ങൾക്ക് രാത്രി പോകുമ്പോൾ പേടിയോ ഏട്ടൻ അതൊന്ന് അതിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും. ആ വെള്ളമൊന്നും തൊടാണ്ട് വണ്ടി കൊണ്ടുപോവുക. പിന്നെ ഉള്ളത് എന്താ പറയുകയെന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി പേരുണ്ട് റോഡ് സൈഡിലും. അതേപോലെ തന്നെ ഇവിടെ 4 വരിപ്പാതൊക്കെ ഉണ്ട്, ഒരു വലിയ മേൽപ്പാലമൊക്കെ ഉണ്ട്. അതിൻ്റെ അടിയിലൊക്കെ ഒത്തിരി പേര് കിടന്നുറങ്ങുന്നുണ്ട്. അവരവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി അവിടെ തന്നെ കിടന്നുറങ്ങും. രാവിലെ ആയാലും ഇങ്ങനെ ഭിക്ഷയ്ക്കോ അങ്ങനത്തെ അങ്ങനത്തെ കാര്യത്തിനൊക്കെ പോകും. പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് എന്ന് പറയുന്നത് കുറേ വലിയ കെട്ടിടങ്ങളൊക്കെ ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ റോട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഒത്തിരി പേരിങ്ങനെ റോഡ് സൈഡിലൊക്കെ കിടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവരിങ്ങനെ വലിയ ഇങ്ങനെ ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ നമ്മളെ നാട്ടിൽ കേരളത്തിൽ അധികം ഇങ്ങനെ റോഡ് സൈഡിലൊന്നും കിടക്കുന്നവരൊന്നും ഇല്ലയെന്ന് തോന്നണു അല്ലേ.
അങ്ങനെ ഞങ്ങളിതാ പേരയ്ക്ക കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ സ്ഥലത്ത് പോയി, അതപ്പം വെള്ള പേരയ്ക്ക കൊണ്ട് അത് വാങ്ങിച്ചില്ല. ഈ റോസ് പേരയ്ക്ക നല്ല ടേസ്റ്റ് അതിന്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ റോസ് പേരയ്ക്ക തപ്പി അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഇവിടെ തണുപ്പ് തുടങ്ങിയതിനെ കൊണ്ട് ഇപ്പോൾ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ഉന്തുവണ്ടിയിലും അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കമ്പിളിയും അതേപോലെ തന്നെ നമ്മൾ സെക്ടറൊക്കെ ഉണ്ടാവില്ലേ കുഞ്ഞുങ്ങളതൊക്കെ, അതൊക്കെ ഉണ്ടാവും. കുറഞ്ഞ പൈസയ്ക്കാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കമ്പിളി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അവർ 700 രൂപ എങ്ങാണ്ട് പറഞ്ഞു. ഞങ്ങൾ വില പേശി എല്ലാം കൂടെ 300 രൂപയ്ക്ക് അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു റെഡ് കളർ നല്ല ഭംഗിയിട്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് നേരെ കൈ കാലൊക്കെ കഴുകി കിടന്നുറങ്ങണം കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. താങ്ക്